ഇന്ന് നമുക്ക് വർക്കിനുള്ളതൊരു ടാറ്റ സഫാരിയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ആംബിയൻ ലൈറ്റ് സെറ്റ് ചെയ്യാണ്. ഡാഷ്ബോർഡിൽ അതേപോലെ ഡോർ പേഡിൽ അങ്ങനെ 6 പീസ് ലൈറ്റാണ് നമ്മളിതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ വരുന്നൊരു മൊഡ്യൂളാണ് K4 എന്ന് പറഞ്ഞ മൊഡ്യൂളാണ്. അതിൽ 5 മൊഡ്യൂൾ വരും, 6 പീസ് ലൈറ്റും വരും. അപ്പോൾ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡാഷ്ബോർഡിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മളിത് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇനി അതിന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ചെറിയ പോർഷനിൽ അതേമാതിരി ഡോർ പേഡിൽ ഈ സൈഡിലൂടെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കാം, ഡാഷ്ബോർഡിൽ ഇപ്പോൾ ഏകദേശം വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഡബിൾ ടൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ചെറുതായിട്ട് സ്ക്യൂസ് വെച്ച് തിക്കി നമ്മൾ ഡബിൾ ടൈപ്പ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിതിൻ്റെ കണക്ഷൻ എടുക്കുക, നമ്മൾ വയർ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഡയറക്റ്റ് ഫ്യൂസ് ബോക്സിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ACCയുടെ ഫ്യൂസ് ഊരിയിട്ട് അതിലേക്ക് നമ്മളൊരു കണക്ടർ വെച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഫ്യൂസ് എടുക്കുന്നത്. ഇതുപോലത്തെ ഒരു കണക്ടർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മൾ ആ ACCയുടെ ഫ്യൂസ് ഊരിയിട്ട് അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ വാറണ്ടിക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരില്ല. നമുക്കിത് എല്ലാ വണ്ടികൾക്കുള്ള ഫ്യൂസ് കാരിയർ നമ്മളത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കാണുന്ന ഫ്യൂസ് നമ്മൾ അതിന് എക്സ്ട്രാ ചെയ്യുന്നതിനുള്ള മറ്റേ ഫ്യൂസ് നമ്മളിപ്പോൾ ഊരി കളഞ്ഞ് ഫ്യൂസിനുള്ളതാണ് വരുന്നത്. അപ്പോൾ നമ്മളെ ഫ്യൂസ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഫ്യൂസ് പോകും. പിന്നെ ഇതാണ് സബ് മൊഡ്യൂളാണ് നമ്മൾ ഡോർ പേഡിൽ വെക്കേണ്ടത്. മെയിൻ കൺട്രോൾ വരും, ഒരു സബ് കൺട്രോൾ വരും. ഈ സബ് കൺട്രോളർ നമ്മൾ 4 ഡോർ പേഡിലേക്കും സെൻട്രൽ കൺട്രോളർ നമ്മൾ സെൻട്രൽ ഡാഷ്ബോർഡിലേക്കാണ് സെറ്റ് ചെയ്യണത്. പിന്നെ അത് കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വിച്ച് വരും. അതുകൂടാതെ നമുക്ക് മൊബൈൽ ആപ്പിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാം. ഈ ഒരു സ്കാനർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നമ്മൾ മൊബൈൽ ആപ്പിലും ഇതാക്കാം. നമുക്ക് വയർ കണക്ട് ചെയ്തിട്ട് വർക്കിങ് കാണിച്ചു തരാം. ഇതിൻ്റെ മോഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പിൽ വഴി സെറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. നമുക്ക് ലൈറ്റ് എങ്ങനെ കത്താൻ നോക്കാം. ഇതാണ് ഇതിൻ്റെ മോഡുകൾ വരുന്നത്. പല മോഡുകൾ വരുന്നുണ്ട്. ഡോർ പേഡിൽ ഇങ്ങനെ ഒരു സ്റ്റൈലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡാഷ്ബോർഡിൻ്റെ 2 സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 64 മോഡ് വരുന്നുണ്ട്. നമ്മളെ പാട്ടിനനുസരിച്ചൊക്കെ നമുക്കിത് കൺട്രോൾ ചെയ്യാം. ഇത് ഏറ്റവും കൂടുതൽ ഇതിന് വ്യൂ ഭംഗി വരുന്നത് നമ്മൾ രാത്രിയാണ്, നൈറ്റിലെ വ്യൂ ആണ് ഇതിന് ഏറ്റവും കൂടുതൽ വരുന്നത്. അതിൻ്റെ ഇപ്പോൾ റണ്ണിങ് മോഡാണ്. അതുപോലെ റിതം എന്ന് പറഞ്ഞൊരു മോഡ് വരുന്നുണ്ട്. ആർക്കെങ്കിലും നമ്മളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഈ സാധനം K4 എന്ന് പറയുന്നതാണ്. ഇതിൽ നമുക്ക് K3 വരുന്നുണ്ട്. K4 ആണ് അത്യാവശ്യം നല്ല LED കാര്യങ്ങളും മോഡുകളൊക്കെ വരുന്നത്.